ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് അറിയൂ. നിങ്ങളുടെ കുട്ടികളുടെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് നയിക്കാൻ ഞങ്ങൾക്കൊപ്പം സഹകരിക്കൂ. ഞങ്ങളുടെ ചരിത്രം തികച്ചും അഭിമാനകരം. 1853 ബക്സ് ബ്രിഡ്ജ്, ന്യൂയോർക്കിലാണ് ആദ്യ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സ്കൂൾ സ്ഥാപിതമായത്. അതിനുശേഷം ഇന്ന് ലോകമെമ്പാടുമുള്ള 150-ലധികം രാജ്യങ്ങളിൽ അഡ്വന്റിസ്റ്റ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നു. 85,000-ലധികം അധ്യാപകരും 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും 7,500-ഓളം സ്കൂളുകളും ചേർന്ന് അഡ്വന്റിസ്റ്റ് വിദ്യാഭ്യാസ സിസ്റ്റം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൊന്നായി വളർന്നു. ഞാൻ ചിന്നു പി തരകൻ, ചിന്നു എന്ന് വിളിക്കും. നിങ്ങളെൻ്റെ പ്രായം കണക്കാക്കി നോക്കിയാൽ വർഷങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ഒരിക്കൽ ഈ സ്കൂളിൻ്റെ ഒരു ഭാഗമായ ഞാൻ ഇന്ന് ഈ സ്കൂളിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുന്നു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ, അനുഭവങ്ങൾ. LKG പഠിച്ചപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചി അന്ന് 7ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. ചേച്ചിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടായിരുന്നു ഞാൻ അന്ന് സ്കൂളിൽ വരുന്നത്. അതുപോലെ എപ്പോഴും മറിങ്ങടിച്ച് വീഴുമായിരുന്നു. അതായിരുന്നു പതിവ്. വീണിട്ട് കയ്യോ കാലോ പൊട്ടിയാലോ നേരെ നേഴ്സ് ആൻറ്റിയുടെ അടുത്തേക്ക്. അവിടെയുള്ള മരുന്നിൻ്റെ മണവും ആ പരിസരത്തിലെ മരത്തണലും ഇന്നും മനസ്സിലുണ്ട്. മറക്കാതെ ഒരു നോവായി. ഞാൻ ഭയങ്കര നോട്ടിയായിരുന്നു. കളിച്ചും ചിരിച്ചും എല്ലാവരോടും കലവിലാ പറഞ്ഞും. പക്ഷേ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കുറവ് എനിക്കുണ്ടായിരുന്നു. എല്ലാവരോടും ചേർന്നങ്ങ് കളിക്കുമെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി അങ്ങനെ പറയത്തക്ക ആരുമില്ലായിരുന്നു. പഠനത്തിൽ ആവറേജ് ആയിരുന്നു. എപ്പോഴും അടി കിട്ടും. അടി കിട്ടാതിരുന്നത് വളരെ ചുരുക്കം. ഇനിയും ബാക്കി ചരിത്രം കേൾക്കണ്ടേ? സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സ്കൂൾ കൊട്ടാരക്കര ഒരു മഹത്തായ വിദ്യാഭ്യാസ പരമ്പരയുടെ ഭാഗമാണ്. 1920 ഒരു ചേർച്ച് സ്കൂളായി ആരംഭിച്ച ഈ സ്ഥാപനം 1956 ജൂണിൽ ഔദ്യോഗിക അംഗീകാരം നേടി. വർഷങ്ങളായി ഈ സ്കൂൾ അനവധി വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിജയകഥകൾ സ്കൂൾ സ്വന്തം ശൈലിയിൽ എഴുതിയിരിക്കുന്നു. വിവിധ മേഖലകൾ ഉയർന്നു പൊങ്ങിയ ആഗോളതലത്തിൽ വ്യാപിച്ചിട്ടുള്ള ഫോമർ സ്റ്റുഡൻസ് അഥവാ ആൽമിനി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ പ്രതാപം വാക്കുകൾക്കപ്പുറമാകുന്നു. SDA ഒരിക്കൽ ഒരു സ്വയം പര്യാപ്തമായ ലോകം. ഒരിക്കൽ SDA സ്കൂളിന് സ്വന്തം ഡയറി ഫാം ഉണ്ടായിരുന്നു. ഒരു കേവലം കാഴ്ചയ്ക്കായി ഉണ്ടായിരുന്ന ഒന്നല്ല അത്. സ്കൂളിൻ്റെ സ്വന്തം ഭക്ഷണ സുരക്ഷയ്ക്കായി, കുട്ടികളുടെയും അധ്യാപകരുടെയും നന്മയ്ക്കായി പടുത്തുയർത്തിയിരുന്ന ഒരു സംരംഭം. ഏക്കറുകൾ നീളുന്ന വയലുകളും തണ്ണിമത്തം പോലെയുള്ള പച്ചപ്പറമ്പ്, സ്വാഭാവിക പശുപാലനത്തിന്റെ തനി മാതൃക. ആഗോള അഡ്വന്റിസ്റ്റ് വിദ്യാഭ്യാസ ശൃംഖലയിൽ ഏറെ പ്രശസ്തമായിരുന്ന SDAയുടെ ഈ ഡയറി ഫാം കുട്ടികൾക്ക് പ്രകൃതിയുമായി അടുത്തു കൂടാനുള്ള അവസരമായിരുന്നു. സ്കൂളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച പാൽ, അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ബട്ടറും തൈരും അതിൻ്റെ സ്വന്തം ആഹാര ശൃംഖലയുടെ ഭാഗമായിരുന്നു. ഒരു തണുത്ത രാവിലെ പാൽ ചൂടാക്കി കുടിച്ചിരുന്ന അത്ഭുത അനുഭവം. പക്ഷേ ഇന്ന് ഈ ഫാം വെറും ഓർമ്മകളായി മാത്രം അവശേഷിക്കുന്നു. ഒരു കാലത്തെ അഭിമാനമായ SDAയുടെ പ്രസ്, സ്കൂളിൻ്റെ മാസികകളും പഠന പുസ്തകങ്ങളും തങ്ങളുടെ പ്രസ്സിൽ ഉപയോഗിച്ച് അച്ചടിച്ച്
തയ്യാറാക്കിയിരുന്ന കാലം. പക്ഷേ ഇന്നിത് വീണ് തകർന്ന് ഒരു ഭ്രാന്തിൻ സ്വപ്നം പോലെ മാത്രം. തുരുമ്പിടുന്ന മെഷീനുകൾ, തകർന്ന അടിത്തറ. പല സ്കൂളുകളും പരീക്ഷാ പേപ്പറുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഞങ്ങളുടെ സ്കൂൾ തന്നെ അതെല്ലാം അച്ചടിച്ച് തയ്യാറാക്കും. നമ്മുടെ പ്രസ്, SD-യുടെ പ്രസ്, അത് SD-ക്ക് ഒരു അഭിമാനമായിരുന്നു. പരീക്ഷാ പേപ്പറുകളും വിദ്യാർത്ഥികൾക്ക് നൽകിയ ഡയറികളും മാസികകളും എല്ലാം അന്ന് ഞങ്ങളുടെ സ്വന്തം പ്രിന്റിംഗ് പ്രസ്സിൽ ഉപയോഗിച്ചായിരുന്നു അച്ചടിച്ചത്. പക്ഷേ ഇന്ന് അന്നത്തെ ആ പ്രസ് തകർന്നു വീണൊരു ഓർമ്മ മാത്രം. അടിപടുത്ത തറയൊഴികെ ഒന്നുമില്ല. ഒരു കാലത്തെ സ്വയം പര്യാപ്തതയ്ക്ക് മാറ്റി നിർത്തേണ്ടി വന്ന കത്തുന്ന സാക്ഷ്യം. നമുക്കിത് വീണ്ടും ഉയർത്താം. ഇന്നും SD-യുടെ പഴയ പ്രൗഢിയും സ്ഫടിക ശോഭയും തിരികെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഇപ്പോൾ തന്നെ തുടങ്ങണം. പഴയ ആ ചൈതന്യവും ആത്മാവും വീണ്ടെടുക്കാൻ നാം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും ഒത്തൊരുമിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. പൊടികൂടിയ ഓർമ്മകളുടെ നടുവിൽ ഞാൻ പഠിച്ച കിൻഡർ ഗാർഡൻ, ഒരു പഴയ അകത്തളം മോഡൽ കെട്ടിടം. അവിടെ അന്നൊക്കെ കുഞ്ഞുങ്ങളുടെ ചിരിയും പാട്ടും നിറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ മകനൊപ്പം വീണ്ടും അവിടെ എത്തി. ഒരുപക്ഷെ ആ ഓർമ്മകൾ വീണ്ടും സ്പർശിക്കാമോ എന്ന്. പക്ഷേ അത് നടന്നില്ല. അന്നൊക്കെ കോശിയങ്ങൾ ട്രാക്ടർ ഓടിച്ചു വരും. അത് കേൾക്കുമ്പോൾ കുട്ടികളായ ഞങ്ങൾ ആസ്വദിച്ചു നിൽക്കും. പെടാപ്പാടില്ലാത്ത കുഞ്ഞു മനസ്സിന് വേണ്ടി മുഴങ്ങുന്ന ഒരു അടയാള സ്വരം. ഇന്ന് അവിടെ തുരുമ്പും പൊടിയും നിറങ്ങിക്കിടക്കുന്ന ഒരു പഴയ ട്രാക്ടർ മാത്രം. നിശബ്ദതയിൽ മുങ്ങി അവിടെ ഒരിക്കൽ കുട്ടികളുടെ ഉല്ലാസഗീതങ്ങളാൽ മുഴുങ്ങിയിരുന്നുവെന്ന് ആരെങ്കിലും ഓർക്കുമോ? അന്നത്തെ ആ ശബ്ദം ഇന്നിത് കേട്ടാൽ ഐശ്വര്യത്തിൻ്റെ സൈറൻ മുഴങ്ങുന്നത് പോലെ തോന്നും. പക്ഷേ ഇനി ആ സൈറൻ മുഴങ്ങുമോ? SD-യുടെ പഴയ ആ ജീവനുള്ള ദിനങ്ങൾ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ? SD-യുടെ തകർന്ന ഓർമ്മക്കളരികൾ. ഒരു കാലത്ത് സുഗന്ധവും പുണ്യവാത്സല്യവും നിറഞ്ഞ ഒരു വിശുദ്ധ കേന്ദ്രം, SD-യുടെ ബാപ്റ്റിസം പൂൾ. പ്രാർത്ഥനയുടെ ഓളങ്ങൾ ഒരിക്കൽ ഇവിടെ തിരമാലകളെ പോലെ ആർത്തിരമ്പിയിരുന്നു. വിശ്വാസത്തിൻ്റെ തണലിൽ പുതുജീവിതം ഏറ്റുപിടിച്ച നിമിഷങ്ങൾ. വെളിച്ചത്തിലേക്ക് ഉയർന്ന ജന്മങ്ങൾക്ക് സാക്ഷിയായ പുണ്യനീർ. ഇന്ന് ആ നീർ മാത്രം വറ്റി കരിയിലകളിൽ മറഞ്ഞ ഓർമ്മകളുടെ ശവക്കുളം. പുനർജന്മം കിട്ടിയവരുടെ കാതലായ ജലാക്ഷ്യം. ഇന്ന് ഒരു തണലറ്റ തീർത്ഥക്കുളം. SD-യുടെ ബാപ്റ്റിസം പൂൾ. SD-യുടെ സ്കൂൾ ഗ്രൗണ്ട്. ഒരിക്കൽ കുഞ്ഞു കാൽവെട്ടങ്ങൾ നിറഞ്ഞിരുന്ന കളിസ്ഥലം. മഴയിൽ ചെളിയും വേനലിൽ പൊടിയും തിമിർക്കുന്ന ഓർമ്മകളുടെ കളരികൾ. റണ്ണിംഗ് റേസ്, ഫുട്ബോൾ, കൊടിപറച്ചിൽ എല്ലാം കണ്ട ഗ്രൗണ്ട്. പകൽ കുട്ടികളുടെ ഉല്ലാസഹാസ്യം. രാത്രി താരകാവലിയെ തൊഴുന്ന സ്വപ്നങ്ങൾ. ഇന്ന് ഒഴിഞ്ഞുപോയ ഓർമ്മകൾ മാത്രം. പുതിയ തലമുറയ്ക്ക് മനസ്സിലാവുമോ ഇവിടം ഒരിക്കൽ ജീവനൊളിച്ച ഒരു ദേശമായിരുന്നെന്ന്? ഇവയെ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയുമോ? പക്ഷേ ഇപ്പോഴും വൈകിട്ടില്ലെങ്കിൽ മാത്രം. SD-യുടെ പുനർജനനം. പുതുമയുടെ നിഴലിൽ പഴമയുടെ സ്പന്ദനം. ഗാർഡൻ, പഴയ സൗന്ദര്യത്തിന് പുതിയ രൂപം. ഒരിക്കൽ പല നിറത്തിലുള്ള പൂക്കളാൽ എന്നിവ കൊണ്ട് നിറഞ്ഞിരുന്ന ഗാർഡൻ ഇന്നും അതിൻ്റെ പുതുമയോടെ നിലനിൽക്കുന്നു. പുതിയ ലാൻഡ്സ്കേപ്പിംഗ്, പ്രേമത്തിൻ്റെയും പ്രകൃതിയുടെയും ഒരു കാഴ്ചപ്പാടായി. പഴയ ഓർമ്മകളേക്കാൾ പുതിയ തലമുറയ്ക്ക് ഇവിടെ ഒരു മനോഹര ഓർമ്മയുണ്ടാകാം. ഓപ്പൺ സ്റ്റേജും അവനെ ചുറ്റി നീളേറിയ പുളിമരവും. ഒരിക്കൽ കലയുടെ അരങ്ങായിരുന്ന ആ ഓപ്പൺ സ്റ്റേജും പാട്ടും നൃത്തവും പ്രസംഗങ്ങളും
അവിടെ കത്തിപ്പടർന്നു. അതിൻ്റെ തണലിൽ പഴക്കം ചെന്നൊരു പുളിമരം നൂറുകണക്കിന് കുട്ടികൾക്ക് ഒരു ആശ്രയമായിരുന്നു. അതിനെ ചുറ്റിയിരുന്ന് പഠിച്ചവരുണ്ടാകും, ചിരിച്ചവരുണ്ടാകും, കരഞ്ഞവരുണ്ടാകും. പറയാനാകാത്ത മനസ്സിൻ്റെ തളർച്ചകൾ അതിൻ്റെ തണലിൽ വിശ്രമിച്ചിരുന്നു. ഇന്ന് ആ ഓപ്പൺ സ്റ്റേജും മണ്ണിൽ ലയിച്ചു. ആ വലിയ പുളിമരവും വേരോടെ പോയി. ശ്മശാനം, വിശ്വാസത്തിൻ്റെ മൗനസാക്ഷി. SDയെ സ്നേഹിച്ചും ജീവിച്ചവരുടെയും ഈ മണ്ണിൽ വിശ്രമം പ്രാപിച്ചവരുടെയും സ്മാരകം. ഒരു സമയത്ത് ചിരിച്ചും പ്രാർത്ഥിച്ചും പാടി നടന്നവരുടെ സാന്ത്വന സ്ഥലമിതാ. ഓർമ്മകൾക്ക് അതിരില്ല. പഴയകാല മിഷണറിമാരുടെ ത്യാഗവും നമ്മുടെ മൺമറഞ്ഞു പോയവരുടെ അവസാന മന്ദഹാസവുമെല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കാറ്റ് കൊഴിയുമ്പോൾ ഇവിടുത്തെ മരങ്ങൾ തനിയെ ആലപിക്കുന്നു ഓർമ്മകളുടെ ശാന്തഗാനം. ചാപ്പലിൽ ഒരിക്കൽ ആശ്വാസം തേടിയവരിൽ ചിലർ ഇന്ന് ശ്മശാനത്തിൻ്റെ വിശ്രമത്തിൽ. എത്രയോ കണ്ണുനീരുകളും കനലുകളും കണ്ടിട്ടുള്ള ഈ ഇടങ്ങൾ ഇന്ന് ആർത്തിരമ്പി പ്രാർത്ഥിക്കുന്നവർക്കും ആത്മസാന്ത്വനമാകുന്നു. പഴമയുടെ നിഴലിൽ പുതുമയുടെ വരവോടെ SDയുടെ ഈ വിശുദ്ധ ഭൂമി ഇനിയും എത്രയോ തലമുറകളെ താങ്ങും. സ്കൂൾ ചാപ്പൽ, ദൈവീക കയ്യൊപ്പ്, SDയുടെ ആത്മാവിനും വിശ്വാസത്തിനുമുള്ള പ്രധാന കേന്ദ്രം. സമയം എത്ര മാറിയാലും ഈ ചാപ്പലിൻ്റെ അനുഗ്രഹകാലം താണ്ടി നിലകൊള്ളുന്നു. പല തലമുറകളുടെയും പ്രാർത്ഥനകളും പാട്ടുകളും ഈ കൽമതിലുകളിൽ ഇന്നും പ്രതിഫലിക്കുന്നു. ദൈവം കൈവച്ച ഈ മണ്ണിൽ പഠിച്ചവരാരും ഒരിക്കലും നശിക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെയാണ് SDയിൽ പഠിച്ചവരുടെ ജീവിതം എവിടെയായിരുന്നാലും വിജയത്തിൻ്റെ പടവുകൾ താണ്ടുന്നത്. പഴയ ഗേൾസ് ഹോസ്റ്റൽ, ഓർമ്മകളുടെ അകത്തളം. ഒരിക്കൽ ഒരു സുരക്ഷിത തട്ടകമായിരുന്നു പഴയ ഗേൾസ് ഹോസ്റ്റൽ ഒരു അകത്തളം മോഡൽ പണിതത്. ഇവിടെ പഠനത്തിൻ്റെ മധുരത്വവും സൗഹൃദത്തിൻ്റെ ചൂടും പങ്കിട്ട നിമിഷങ്ങൾ. പിന്നീട് അതിനെ ക്ലാസ് റൂമാക്കി. ലൂയിസ് ഹോൾ എന്ന പുതിയ രൂപത്തിൽ ഒരു പുതിയ ഗേൾസ് ഹോസ്റ്റൽ പിറവിയെടുത്തു. നമ്മുടെ കാലത്ത് തന്നെ അത് പുതിയ തലമുറയെ സ്വീകരിച്ചു. പക്ഷേ പഴയതിൻ്റെ ആ പച്ച നിറമുള്ള ഓർമ്മകൾ അവയെന്നും നമുക്കുള്ളിൽ. പഴയ ഗേൾസ് ഹോസ്റ്റൽ അത് പിന്നെ ക്ലാസ് റൂമാക്കി. വിദ്യാർത്ഥികളുടെ അറിവിൻ്റെ സാക്ഷിയായ ഒരു പുതിയ രൂപം. ഇന്നോ അവിടം വെറും പാഴ്മണ്ണ്. അവിടെ ഒരിക്കൽ നടന്ന ചിരികളും പാട്ടുകളും ഇന്നിത് മണ്ണിൽ ഒളിച്ചിരിക്കുന്നു. എൻ്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ക്ലാസ് റൂം. അടങ്ങിയിരുന്ന ഓർമ്മകളുടെ വാതിൽ വീണ്ടും തുറന്നപ്പോൾ പഴകിപ്പോയ ക്ലാസ് റൂം താഴിട്ട് പൊട്ടിയ നിലയിൽ. ഒരിക്കൽ 45 കുട്ടികളുടെ ചിരികളും കളികളും നിറഞ്ഞ ഇടം ഇന്ന് ശൂന്യവും നിശബ്ദവുമാണ്. പക്ഷേ അന്ന് ഞാനൊരു പുഞ്ചിരിയോടെ അവിടെ കയറിയപ്പോൾ വാതിൽ ഇന്ന് വീണ്ടും തുറന്നു. പഴയ പകൽ പാടങ്ങളുടെ മിന്നലുകൾ കണ്ണിന് മുന്നിൽ തെളിഞ്ഞു. എത്രയോ അടികൾ വാരിക്കൂട്ടി, എത്രയോ ഓട്ടപ്പായലുകൾ. ഇന്നിത് ഒരു പഴയ ഓർമ്മയുടെ മുറിയാകട്ടെ. പക്ഷേ അതിലേക്കുള്ള വാതിൽ എൻ്റെ മനസ്സിൽ ഇന്നും അടങ്ങിയിട്ടില്ല. പഴയ ക്ലാസ് റൂം, പുതിയ തലമുറയുടെ കണ്ണുകളിൽ. ഞാനൊരു നൊസ്റ്റാൾജിയയിൽ കണ്ട ക്ലാസ് റൂമിനൊപ്പം
എൻ്റെ മോൻ എൻ്റെ ഒപ്പം ഞാൻ പറയുന്നത് വളരെയധികം ഉത്കണ്ഠയോടിരുന്നു. ഇന്ന് എൻ്റെ മോൻ ഞാൻ പഠിച്ച ഈ സ്കൂളിലെ കറൻറ്റ് സ്റ്റുഡൻ്റാണ്. ഞാൻ പറയുന്നത് കേട്ടപ്പോൾ ഈ ക്ലാസ്സിൽ അവന് വന്നിരുന്ന് പഠിക്കാൻ ആഗ്രഹിച്ചു. അവൻ്റെ ചെറു കണ്ണുകളിൽ ഞാൻ എൻ്റെ ബാല്യത്തെ കണ്ടു. തകർന്ന ബോർഡിനരികെ നിന്നുകൊണ്ട് അവൻ്റെ കുഞ്ഞു കൈ 2 തവണ മുന്നോട്ട് നീട്ടി ഒരു വര പോലും തെറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചു. അവൻ്റെ കൗതുകം അതിൻ്റെ ചാരത്തിൽ വിണ്ണുപാറി. ഇന്നത് വെറും കട്ടകളും പൊടിയിലമർന്ന വ്യക്തികളും മാത്രമായിരിക്കുമെങ്കിലും ഒരു തലമുറയുടെ ചിരികൾ അവിടെ പതുങ്ങിയിരിക്കുന്നു. അവൻ തന്നെ ആ ഓർമ്മകളുടെ പൊതുജീവിതമാകുമോ? ബോയ്സ് ആൻഡ് ഗേൾസ് ഹോസ്റ്റൽ. എത്രയോ കഥകൾ, ഉച്ചതിരിഞ്ഞ കഥാപ്രപഞ്ചങ്ങൾ, സ്നേഹത്തുമ്പികൾ, ചില കണ്ണുനീരുകൾ, കൂട്ടുകാരുടെ അതിരുകളില്ലാത്ത സൗഹൃദങ്ങൾ. ഉച്ചഭക്ഷണത്തിന് ക്യൂവിൽ നിന്ന് ഒരു കഷ്ണം അധികം കിട്ടുമോ എന്ന കാത്തിരിപ്പുകൾ, കട്ടിലിനടിയിൽ ഒളിപ്പിച്ച എത്രയോ സംഭവങ്ങൾ, മാഗസിനുകൾ, വെളിച്ചത്തിലേക്കുള്ള നടപ്പുകൾ. ഇന്ന് അവിടെ ഒരു അവശിഷ്ടം മാറിപ്പോകുന്ന ഓർമ്മകളാണ്. ചിരികൾ വീണ്ടും എങ്ങും ഒഴുങ്ങുമോ? SD ക്യാമ്പസിലെ ക്വാർട്ടേഴ്സ്. കാലത്തിൻ്റെ ഭാവഛായ. ക്യാമ്പസിൻ്റെ പല വശങ്ങളിലും ഇതുപോലത്തെ ചുമരുകളുള്ള ചിരി ചിതറുന്ന മാളികകൾ, കാലം തൊട്ട് മങ്ങിയ ചെറിയ വീടുകൾ. ഒരു കാലത്ത് ഈ സ്ഥാപനത്തിൻ്റെ തളിർ കൈകളായിരുന്നവർ. അവർക്കായി ഒരുക്കിയ ശാന്തതയുടെ ഒരു താങ്ങ്. വർഷങ്ങൾക്കിപ്പുറം കാലം നിന്നെടുത്ത ഓർമ്മകളായി അവിടെ ജീവിച്ച മനുഷ്യരുടെ കഥകൾ അതിൻ്റെ ചുമരുകളിൽ പതിങ്ങിയിരിക്കുന്നു. ഡൈനിങ് ഹാളിൻ്റെ അടുത്തുള്ള കെട്ടിടങ്ങൾ എന്നിത് തകർന്ന നിലയിൽ കാണാം. ഈ ഭാഗങ്ങളിൽ അന്ന് ഞങ്ങൾ നടന്നിരുന്നപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ നേരിയ മണം എപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൈനിങ് ഹാൾ, പഴയ സ്നേഹത്തിൻ്റെ പുതിയ സൗകര്യം. ഒരു കാലത്ത് മുഴങ്ങിയ താളവും ബഹളവും ഇന്നും ഇല്ലാതായില്ല. പുതിയ ആധുനിക സൗകര്യങ്ങളാൽ സമ്പന്നമായ ഒരു ഡൈനിങ് ഹാൾ. അവിടെയുള്ള ഓർമ്മകൾ മാറ്റം കൊണ്ടിരിക്കും, പക്ഷെ സ്നേഹം അതുപോലെയാണ്. SD സ്കൂൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കും, പക്ഷേ അതിൻ്റെ ആത്മാവ് മാറ്റാനാകില്ല. പുതിയ കാലഘട്ടത്തിൽ നവീകരിച്ച പരിസരം പഴയ വിദ്യാർത്ഥികൾക്ക് നൊസ്റ്റാൾജിയയും പുതിയ കുട്ടികൾക്ക് ഭാവിയും സമ്മാനിക്കും. ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസ് റൂമായിരുന്നു. പഴയ ബാസ്കറ്റ്ബോൾ കോർട്ട്, ഓൾഡ് ഗ്രൗണ്ട്. പിന്നെ ഇത് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. ഗാർഡൻ, നവീകരിച്ച പൂന്തോട്ടം. ദേ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, കാണാമോ? 7th ഡേ അഡ്വന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊട്ടാരക്കര. എന്ത് മനോഹരമായിരിക്കുന്നല്ലേ. ഈ കോമ്പൗണ്ടിലായിട്ടാ അന്ന് ഞങ്ങൾക്ക് പഠിച്ചിരുന്ന സമയത്ത് 2 ബസ്സുണ്ടായിരുന്നു. ഇപ്പം ഒരു 3-4 ബസ്സുണ്ട് കേട്ടോ. മോൻ ബസ്സിലാണ് പോകുന്നത്, ഞങ്ങളൊക്കെ കാൽനടയായി. ഈ ഭാഗത്തൊരു ബസ്സും മറ്റേ ഭാഗത്ത് മറ്റൊരു ബസ്സും. അന്ന് ബസ്സിൽ വരുന്നവരുണ്ട്, ഓൺ ഫുട്ടിൽ വരുന്നവരുണ്ട്, പിന്നെ പേരൻസ് കൊണ്ട് വിടുന്നവരുണ്ട്, അങ്ങനെ പലത്. എത്ര ആളുകൾ, എത്ര സ്റ്റുഡൻസ് പഠിച്ചിരുന്ന സ്കൂളാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കം. ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ ക്വാർട്ടേഴ്സാണ് കേട്ടോ. ഇത് നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഗ്രൗണ്ട്, അത് ഇവിടുത്തെ ഒരു വ്യൂവിൽ ഞാൻ കാണിക്കുക. ഇതാണ് പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സ്. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അന്ന് ഈ പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സിൽ വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ തിക്കി തിരക്കി നിൽക്കുമായിരുന്നു. പേടിയാ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ, മുട്ടു വിറയ്ക്കും. ഇവിടെ നിന്ന് കയറിയാലോ, സ്വർഗം കിട്ടിയ ഒരു ഫീലായിരുന്നു.
എന്ത് രസമല്ലേ ഒരു പ്രകൃതി രമണീയത. പണ്ട് ബ്രിട്ടീഷ് മിഷണറി ബിൽഡപ്പ് ചെയ്ത ബിൽഡിംഗാണിത്. ഇവിടെയാണ് പ്രിൻസിപ്പൽ ഫാമിലി താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ്. ഇന്നെനിക്ക് തോന്നുന്നത് സെപ്പറേറ്റ് ആയിരിക്കും, അറിയില്ല കേട്ടോ എനിക്ക് അതിനെക്കുറിച്ച്. സൂപ്പർ വ്യൂ. ഈ ഭാഗത്താണ് വേറൊരു ബസ്. ഇവിടെ ഇന്ത്യൻ ആപ്പിൾ എന്ന് പറയുന്ന ഒരു മരമുണ്ട്, കുറേ മരങ്ങളുണ്ട്, പ്ലാവ്, അങ്ങനെ ഒത്തിരി. ഇതാണ് ബോയ്സ് ഹോസ്റ്റലിലേക്ക് പോകുന്ന പാത്ത്. അന്ന് ഞങ്ങൾ ഗേൾസ് ബോയ്സ് ഹോസ്റ്റലിൻ്റെ പരിസരം കണ്ടിട്ടേയില്ല, അങ്ങോട്ട് പോകാറുമില്ല. ദൂരേന്ന് വല്ലതും കണ്ടാലായി. ഇന്ന് ഈ വ്ലോഗ് എടുത്തപ്പോഴാണ് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് എടുക്കുമ്പോഴും പണ്ടത്തെ ഓർമ്മയാണ്. ഈ ഭാഗത്തോട്ട് ഗേൾസ് ആരും വരരുത്. ഞാൻ ഡേ സ്കോളറാണ് കേട്ടോ. എൻ്റെ വീട് ഇവിടെ അടുത്ത കരിക്കം, കൊട്ടാരക്കര. ഒരു മാറ്റത്തിനായി നമുക്കൊന്നിച്ചു നിൽക്കാം. ഈ അന്ധതയുടെ ലോകത്തിൽ പ്രകാശമായി നിലകൊള്ളുന്ന വ്യക്തികളായി നിങ്ങൾ ഓരോരുത്തരുടെയും കുട്ടികൾ വളരാൻ ഈ സ്കൂളിനൊപ്പം സഹകരിക്കാൻ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 99 പൂർണ്ണതയിൽ 100-ാം വർഷത്തിലേക്ക് കരിക്കം സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഭിമാന ചരിത്ര നിമിഷം. SDA സ്കൂൾ കരിക്കം കൊട്ടാരക്കര ഇന്ത്യയിലെ ആദ്യകാല അഡ്വന്റിസ്റ്റ് സ്ഥാപനങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ കൊട്ടാരക്കരയിൽ പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞ ഒരു മലമുകളിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാപനം സ്ഥാപിച്ചവർക്ക് ഒരു ദർശനമുണ്ടായിരുന്നു: ഗോസ്പലിൻ്റെ സന്തോഷ വാർത്ത പ്രചരിപ്പിക്കുക. ദക്ഷിണേന്ത്യൻ മിഷൻ മേഖലയിൽ വലിയ പങ്കു വഹിച്ച വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് ഇത്. സ്കൂളിൻ്റെ ആദ്യ പ്രിൻസിപ്പൽ മിസ്റ്റർ RL വിൽസൺ ആയിരുന്നു. 1926 അദ്ദേഹം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഈ മല സായ്പിൻ്റെ കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു, കാരണം ഇത് വിദേശികളുടെ ഹിൽ എന്നർത്ഥം നൽകുന്നു. ഒരു കാലത്ത് വളരെ പ്രശസ്തമായ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞ 20 വർഷമായി താഴോട്ടുള്ള പ്രവണത അനുഭവപ്പെടുന്നു. ഈ പൈതൃകം പുനർജീവിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നത് ഇന്നത്തെ സത്യമാണ്. പഴയ പൂർണ്ണതയും പ്രതാപവും തിരികെ കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.